ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദേശികളെ പ്രത്യേകിച്ച് IT ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ട്രംപ് ഭരണകൂടം H1B വിസ അപേക്ഷയ്ക്ക് ഏർപ്പെടുത്തിയ ഒരു വലിയ തുക അതിപ്പോൾ അമേരിക്കൻ ഫെഡറൽ കോടതി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണ് H1B വിസ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഹൃദയ പറഞ്ഞത് ശരിയാണ്. ഫെഡറൽ കോടതി ട്രംപ് കൊണ്ടുവന്ന അധിക ഫീസ് ഏർപ്പെടുത്തിയ നിയമം തടഞ്ഞു. അപ്പോൾ ആദ്യമേ നമുക്ക് എന്താണ് H1B വിസ എന്ന് നോക്കാം. 1990കളിലാണ് H1B വിസ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതായത് US സ്കിൽഡ് വർക്കേഴ്സ്, അതായത് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ഇല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകളെ നിയമിക്കുന്നതിന് അനുവാദം നൽകുന്ന ഒരു വിസ പ്രോഗ്രാമായിരുന്നു അത്. ഇതുവഴി നമുക്ക് 3 വർഷം അവിടെ ജോലി ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 വർഷവും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് STEM മേഖലയിലാണ് ഇതിന് കൂടുതൽ സാധ്യതകളുള്ളത്. STEM എന്ന് പറയുമ്പോൾ സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത് കൂടാതെ ആരോഗ്യ മേഖലയിലും ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടോ? പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പം മാനദണ്ഡങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം, നല്ല സ്കില്ലുള്ള ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം, സ്കിൽഡ് ആയിരിക്കണം, US സർവകലാശാലയിൽ നിന്നും പഠിച്ചിറങ്ങിയവർക്ക് മുൻഗണനയുണ്ട്. അതുപോലെ ഏതെങ്കിലും വിദേശ കമ്പനികൾ നിയമിക്കുന്നവർക്കും മുൻഗണനയുണ്ട്. അപ്പം ഇനി നമ്മൾ ട്രംപ് ഏർപ്പെടുത്തിയ ഫീസിലേക്ക് വരുവാണെങ്കിൽ, ട്രംപ് ഏർപ്പെടുത്തിയ ഫീസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ $1 ലക്ഷം അധിക ഫീസാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏതാണ്ട് 90 ലക്ഷത്തിന് മുകളിൽ വരും. അപ്പം ഒരു US കമ്പനി, അത് ഉയർന്ന കമ്പനിക്കാണെങ്കിൽ ചിലപ്പോൾ ഇത്ര കൊടുത്ത് ഒരു സ്കില്ലായിട്ടുള്ള ഒരു തൊഴിലാളിയെ നിയമിക്കാൻ സാധിക്കും. എന്നാൽ ഉയർന്ന കമ്പനി അല്ല, സാധാരണ ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് മറ്റ് വിദേശികളെ നിയമിക്കുന്നതിൽ പരിമിതി ഉണ്ടായിരിക്കും. അതെ, യഥാർത്ഥത്തിൽ ഒരു വിസ അപേക്ഷയ്ക്ക് ഇത്രയും വലിയൊരു ഭീമമായ തുക എന്ന് പറയുന്നത് ആരെക്കൊണ്ടും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്തുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്? എന്താണ് കോടതി ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ വിസ അപേക്ഷയ്ക്കുള്ള ഫീസ് അല്ല. ഈ വിസ അപേക്ഷയ്ക്ക് നമ്മൾ ഒരു $2000 മുതൽ $5000 വരെയാണ് സാധാരണ പ്രോസസ്സിംഗ് ഫീസ് ഒക്കെ ആയിട്ട് നമ്മൾ നൽകുന്നത്. അതായത് ആ സർവീസിനായിട്ട് നമ്മൾ നൽകുന്നത്. ഇത് അതിൻ്റെ കൂടെ അധികമായിട്ടാണ് ഈ ഒരു തുക ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ട്രംപ് ഭരണകൂടം പറയുന്നത് ഇതുവഴി അനധികൃത കുടിയേറ്റം കുറയ്ക്കുക എന്നതാണ്. കാരണം ഇത്രയും തുക കൊടുത്ത് സ്കില്ലില്ലാത്ത ആളുകളെ US എത്തിക്കില്ല കമ്പനികൾ. ട്രംപ് പറയുന്നത് തന്നെ ഇപ്പം സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് പകരം വിദേശ കമ്പനികൾ വിദേശികളെ നിയമിക്കുകയാണ്. അതായത് കുറഞ്ഞ ശമ്പളം കൊടുത്ത് നിയമിക്കുകയാണ്. അപ്പം അതിന് തടയിടുക എന്നത് തന്നെയാണ് ട്രംപ് കൊണ്ടുവന്നത്. അതിന് തടയിടുക തന്നെയാണ് ട്രംപ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ട്രംപ് ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം കൊണ്ടുവന്ന നിയമമാണ്. ഇതിന് കോൺഗ്രസിൻ്റെ പിന്തുണയില്ല, അല്ലെങ്കിൽ എന്താണോ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് അതൊന്നും പാലിക്കാതെ തന്നെ ഏർപ്പെടുത്തിയ ഒരു നിയമമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 85 അപേക്ഷകൾ മാത്രമാണ് US കമ്പനികൾ മുന്നോട്ട് വെച്ചത്. അതെ, ഈ ഒരു ഫീസ് ആക്ച്വലി റെഗുലേറ്ററി ഫീസ് അല്ലെന്നും ഇതൊരു നികുതിയാണെന്നും കോടതി ഇതിൽ വ്യക്തമാക്കി പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഈ ഫീസും നികുതിയും തമ്മിൽ ഇവിടെ വ്യത്യാസം വരുന്നത്? ഈ കേസിൽ എന്താണ് ഏറ്റവും കൂടുതൽ നിർണായകമായി മാറിയിട്ടുള്ളത്? അതായത് 20ഓളം സംസ്ഥാനങ്ങളാണ് കോടതിയിൽ ട്രംപിൻ്റെ ഈ നിയമത്തിനെതിരെ കേസായിട്ട് പോയത്. അപ്പോൾ കോടതി ട്രംപിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇതൊരു ഫീസ് അല്ല, അതായത് നമ്മൾ കൊടുക്കുന്ന, ഇപ്പം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഹൃദയക്ക് തരികയാണ്, അപ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് തരുന്നതിന് ഹൃദയക്ക് ഒരു ഫീസ് വാങ്ങാം. പക്ഷേ ഇത് ആ ഫീസ് അല്ല, മനസ്സിലായോ? ഇത് എക്സ്ട്രാ അങ്ങോട്ട് പോകാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. ഇത് വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ തിരികെ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും പറഞ്ഞിട്ടില്ല. അപ്പം ട്രംപ് പറയുന്നത് ഇത് ഫീസാണെന്നാണ്. പക്ഷേ എന്നാൽ ഫീസിൻ്റെ ഒരു മാനദണ്ഡങ്ങളും ഇത് പാലിക്കുന്നില്ല. പിന്നെ പോകുന്നത് ഇത് നികുതിയായിട്ടാണ്. ഇത് അധിക വരുമാനമായിട്ട് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഖജനാവിലേക്ക് പോകുകയാണ്. അപ്പോൾ കോടതി ഇതിനെ ഒരു നികുതിയായിട്ടാണ് കണക്കാക്കുന്നത്. ആ നികുതി നിയമവിരുദ്ധമാണെന്നും കോടതി കണ്ടെത്തി. കാരണം US നിയമപ്രകാരം ഒരു നികുതി ചുമത്തുക അല്ലെങ്കിൽ അതിനുള്ള അധികാരം കോൺഗ്രസിനാണ്. പ്രസിഡന്റിന് അതിന് അധികാരമില്ല. കോൺഗ്രസിൽ ചർച്ച ചെയ്ത് ബില്ല് അവതരിപ്പിച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രമേ
ഒരു നിയമം കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവിടെ ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുള്ളത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു നിയമം കൊണ്ടുവന്നു, ഇതിനെ തടയിടാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ഇത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കൃപ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് നികുതി സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. അതേസമയം ഈ ഒരു കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ട്രംപ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്തു എന്ന ചില വാർത്തകൾ വരുന്നുണ്ട്. ശരിക്കും എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപ് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് തന്നെയാണ് ഇത്തരം ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ തന്നെയാണ് ഇത്രയും സംസ്ഥാനങ്ങൾ, ഇവിടെ 20 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ വിധിക്കെതിരെ കോടതിയിൽ പോയിട്ടുള്ളത്. എന്നാൽ ഈ നിയമം 20 സംസ്ഥാനങ്ങളിലെ മാത്രമല്ല ബാധിക്കുന്നത്, US-ലുടനീളം ബാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദുരുപയോഗം ചെയ്തതായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. അതെ, പല റിപ്പോർട്ടുകളും പറയുന്നത് ട്രംപ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കോടതിയും പരാമർശിച്ചിട്ടുള്ളത്. അതെ, കോടതി പൂർണ്ണമായിട്ടും ഇത് നിയമവിരുദ്ധമാണ്, ട്രംപിന് ഇങ്ങനെ നിയമം ചുമത്താനുള്ള അധികാരം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ 2 ലക്ഷത്തോളം ആളുകൾ വിസ അപേക്ഷയ്ക്കായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ആ ഒരു വലിയ തുക കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കേസ് ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ അപേക്ഷകർക്ക് ഈ തുക ഇനി തിരിച്ചു നൽകാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടോ? ഏകദേശം 2,80,000 മുകളിൽ അപേക്ഷകൾ H-1B വിസ അപേക്ഷകൾ വന്നിട്ടുണ്ട്. അതിൽ 2 ലക്ഷത്തിന് മുകളിൽ ആളുകളും ഈ ട്രംപിൻ്റെ അധിക ഫീസ് അടച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് തിരികെ നൽകുമോ എന്നൊരു ഉറപ്പ് US ഇമിഗ്രേഷൻ സർവീസ് നൽകിയിട്ടില്ല. അപ്പം ഈ പ്രാവശ്യം ഞാൻ അപേക്ഷിച്ചു, എൻ്റെ വിസ റിജക്റ്റ് ആയാൽ ചിലപ്പോൾ എനിക്ക് ആ പണം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഫീസല്ല, ഫീസും തിരികെ ലഭിക്കില്ല. അപ്പം ഒരു വലിയൊരു നഷ്ടം, സാമ്പത്തിക നഷ്ടം തന്നെ ഒരു അപേക്ഷകന് ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് സംബന്ധിച്ച ഈ കേസ് ഇപ്പം 20 അമേരിക്കൻ സംസ്ഥാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ എന്നാൽ വിധി വന്നപ്പോൾ തന്നെ എല്ലാ അമേരിക്കക്കാർക്കും ബാധകമാകുന്ന ഒരു രീതിയിലുള്ള പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ഇന്ത്യൻ IT മേഖലയ്ക്കും അതുപോലെ വലിയ കമ്പനികൾക്കും എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പം US-ൽ ഉള്ള ഇന്ത്യൻ IT കമ്പനികൾക്കും US-ൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും തൽക്കാലം ഒരു ആശ്വാസം തന്നെയാണ് ഈ വിധി. പൂർണ്ണമായും ആശ്വാസം ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനെതിരെ ട്രംപ് ഭരണകൂടം പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ജഡ്ജിമാരെ വിമർശിച്ചത്. ജഡ്ജിമാർ രാജ്യത്തെ ദ്രോഹിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ അപ്പീൽ പോകുമെന്നാണ്. അപ്പോൾ അപ്പീൽ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്കുള്ള അപ്പീൽ കോടതിയിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പം ഈ റദ്ദാക്കിയ ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ അപേക്ഷകർ ഈ ഫീസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈ കേസ് ഒരു നിയമമായി തന്നെ മുന്നോട്ട് പോകും. പക്ഷേ നിലവിൽ നമുക്ക് ആശ്വസിക്കാം, റദ്ദാക്കിയ സ്ഥിതിക്ക് വീണ്ടും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും, ആളുകൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ട്രംപ് ഭരണകൂടത്തിന്റെ അടുത്ത നീക്കം എന്താണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത് നിയമ പോരാട്ടം ഇവിടെ തീരുന്നില്ല. കാരണം മറിച്ചും നേരത്തെ ഉണ്ടായ ഒരുപാട് കാര്യങ്ങളിലും ട്രംപ് ഭരണകൂടം അപ്പീലുമായി പോവുകയും അവർ സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? കോടതി എന്താണ് ഇതിനൊരു അന്തിമ തീരുമാനം പറയുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റും. നേരത്തെ വന്ന ബർത്ത് റൈറ്റ് സിറ്റിസണിലും ഇതേ രീതിയിൽ തന്നെ ആയിരുന്നു. കോടതി ഒരു വിധി പറഞ്ഞ സമയത്ത് അവരായി അപ്പീലുമായി പോവുകയും സ്റ്റേ വാങ്ങിക്കുകയും ചെയ്ത ഒരു സമാനമായ സാഹചര്യമാണ് നമ്മൾ അന്ന് കണ്ടിരുന്നത്. അതേ രീതിയിൽ തന്നെ ഇനി മുന്നോട്ട് പോകുമോ എന്ന ഒരു ആശങ്ക കൂടെ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഹൃദയ പറഞ്ഞതുപോലെ ജന്മാവകാശ പൗരത്വത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതേ കോടതിയും ഇതേ ജഡ്ജിയും തന്നെ ട്രംപിന്റെ ഈ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് അന്ന് സ്റ്റേ ചെയ്തത്. എന്നാൽ ട്രംപ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ കേസ് മുഗൾ കോടതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അതിൻ്റെ വിധിയും ഇപ്പോൾ ഉടനെ വരും. ട്രംപിന് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ട്രംപിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റം കുറയ്ക്കുക എന്ന് തന്നെയാണ്. ട്രംപ് ആദ്യമേ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ സമയത്തായാലും US-ലെ പൗരന്മാർക്ക് വാഗ്ദാനം നൽകിയ ഒറ്റ കാര്യമേ ഉള്ളൂ, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിദേശ കുടിയേറ്റം പൂർണ്ണമായും ഇല്ലാതെയാക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെ അനധികൃത കുടിയേറ്റക്കാർക്ക് മാത്രമല്ല തിരിച്ചടിയാകുന്നത്, നിയമപരമായി US-ലേക്ക് പോകുന്ന പല ആളുകൾക്കും തിരിച്ചടിയാകുന്നുണ്ട്. അതായത് ഇവിടുന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും. നമുക്കറിയാം, ഒരു വിസ ഇൻ്റർവ്യൂ ലഭിക്കണമെങ്കിൽ തന്നെ നിരവധി കാലതാമസം
അതായത് ഒരു വിസ ഇൻ്റർവ്യൂ ലഭിക്കണമെങ്കിൽ തന്നെ ഒത്തിരി കാലതാമസം എടുക്കുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ തന്നെ വിസ കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല, റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ US സ്വപ്നം ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ വീണ്ടും വീണ്ടും അപേക്ഷിച്ചൊക്കെ വളരെ കഷ്ടപ്പെട്ടായിരിക്കും അവിടെ ചെല്ലുന്നത്. അങ്ങനെ നിയമപരമായി പോകുന്ന ആളുകൾ പോലും അവിടെ ചെല്ലുമ്പോൾ റെയ്ഡോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവർ നാട് കടത്തുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിയമപരമായി വന്നോന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ട്രംപ് ഭരണകൂടം നോക്കുന്നില്ല. അതെ, തീർച്ചയായും വിദേശികളെ തടയാനുള്ള ട്രംപിൻ്റെ ഈ ഒരു ശ്രമങ്ങൾക്ക് കോടതിയുടെ ഭാഗത്ത് നിന്നും ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ ഒരു തിരിച്ചടി എന്ന് പറയാം. മുഗൾ കോടതിയും ഇതേ രീതിയിലാണെങ്കിൽ ട്രംപിന് കാര്യമായി തന്നെ തിരിച്ചടി ലഭിക്കും. വിദേശികൾക്ക് ആശ്വാസവും കിട്ടുമെന്ന് തന്നെ പറയാം. ഇവിടെ താൽക്കാലിക ആശ്വാസമായിട്ട് മാറാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനിയും അപ്പീലുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് രീതിയിൽ അവർ പ്രതികരിക്കുന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നു നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ വരും ദിവസങ്ങളിൽ കടുത്തൊരു പോരാട്ടത്തിലേക്ക് ഒരു പക്ഷേ ഇത് നയിച്ചേക്കാം. വരും ദിവസങ്ങളിൽ കോടതിയും ട്രംപും തമ്മിലുള്ള ഒരു നിയമ പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ കോടതി വിധി എത്ര കാലം നിലനിൽക്കും എന്ന് ഉള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്.